SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലായ്ക്ക് സമീപം മെയിൻ റോഡ് സൈഡിൽ ബസ് റോഡ് സൈഡിൽ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. 20 സെന്റ് സ്ഥലം, 2400 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി പണിതിരിക്കുന്ന വീടാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായ്ക്ക് അടുത്ത് പ്രവിത്താനം ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയുള്ള ഏരിയയാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ പ്രോപ്പർട്ടി, അതും ബസ് റോഡ് സൈഡിൽ 20 സെന്റ് സ്ഥലം, 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീട്, അതും കേരളീയ തനിമയോടുകൂടി പണിതിരിക്കുന്ന മനോഹരമായ വീടാണ്. വിശാലമായ മുറ്റമാണ്. മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ പായിരിക്കുന്നു, ഗ്രാസൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു. വറ്റാത്ത കുടിവെള്ളം, കിണർ വെള്ളം ലഭിക്കുന്ന ഏരിയയാണ്. ഒരു കാരണവശാലും പ്രളയം ബാധിക്കുന്ന പ്രദേശമല്ല. പാലാ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം, പ്രവിത്താനം ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈരാറ്റുപേട്ടയിലേക്ക് 12 കിലോമീറ്ററും തൊടുപുഴ ടൗണിലേക്ക് 24 കിലോമീറ്ററാണ് ദൂരം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് 35 കിലോമീറ്ററും, നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 70 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ്. വീടിന്റെ കാർ പോർച്ച് തന്നെ 2 കാറുകളിടാൻ പറ്റുന്ന വലിയ കാർ പോർച്ച്. അപ്പോൾ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില 1,25,00,000 രൂപ, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ബസ് റോഡിന് സമീപമായി മനോഹരമായി പണിതിരിക്കുന്ന ഒറ്റനില വീടാണിത്. 20 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന മനോഹരമായ വീട്. അത് മുകൾ ഭാഗം മുഴുവൻ ഓട് പാകിയിരിക്കുന്നു. നല്ല ഒരു കേരള തനിമയോട് കൂടി വളരെ മനോഹരമായി പണിതിരിക്കുന്ന വീടാണ്. വിശാലമായ മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പാകിയിരിക്കുന്നു. നല്ല ഡിസൈൻ കൊടുത്താണ് ഇതുപോലെ സ്റ്റോണൊക്കെ പാകിയിരിക്കുന്നത്. അതിൽ ഗ്രാസൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു. ഒരു സൈഡിൽ പെബിൾസൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ടൗണിനടുത്തായിട്ടുള്ള വീടാണ്. 200 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ പള്ളി, അമ്പലം, ആരാധനാലയങ്ങൾ, സ്കൂള്, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. റോഡിൽ നിന്ന് വീട്ടിലേക്ക് കിടക്കുന്ന ഭാഗം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിരിക്കുന്നു. വീടിൻ്റെ മുന്നിൽ വലിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 വശത്തേക്കുമായി തുറക്കാവുന്ന വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ വളരെ മനോഹരമായി പണിതിരിക്കുന്ന വീടാണ്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം കേരളീയ തനിമയോടുകൂടി വളരെ മനോഹരമായ സ്റ്റൈല്, ഒരു ട്രഡീഷണൽ ഡിസൈനിൽ മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ്. വിശാലമായ മുറ്റമാണ് നമുക്കിവിടെ ഉള്ളത്. 2 കാറുകളിടാൻ പറ്റാവുന്ന വലിയ കാർ പോർച്ച്, അതുപോലെ തന്നെ വിശാലമായ മുറ്റം മുഴുവൻ സ്റ്റോൺ പാകിയിരിക്കുന്നു. സിന്തറ്റിക് ഗ്രാസൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുറ്റം കെട്ടിത്തിരിച്ച് അതിന് പുറത്തേക്കായി നമുക്കൊരു നല്ല ഏരിയ വന്നിട്ടുണ്ട്. ഇതിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് നടാനോ ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബഡ് മാവും തൈയൊക്കെ വെച്ചിട്ടുണ്ട്. കിണർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ്. ഇതിൽ കിണറിനാണെങ്കിലും ഫുള്ള് ഗ്രില്ലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. യാതൊരു കാരണവശാലും പ്രളയം ബാധിക്കുന്നൊരു പ്രദേശമല്ല. ഈ ഭാഗത്തേക്കാണെങ്കിലും ധാരാളം സ്പേസ് വന്നിരിക്കുന്നു. നമുക്ക് ഇഷ്ടംപോലെ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വഴിയുടെ നമ്മുടെ കോമ്പൗണ്ടിനോട് ചേർന്ന് ഒരു വഴിയാണ് കടന്നു പോകുന്നത്. പ്രൈവറ്റ് റോഡാണ് കടന്നു പോകുന്നത്. നല്ല സൗകര്യപ്രദമായ രീതിയിൽ വളരെ മനോഹരമായിട്ട് റോഡ് സൈഡിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന നല്ലൊരു വീടാണ്. 20 സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കുന്നത്. വിശാലമായ മുറ്റം നമുക്കതിനാൽ തന്നെ കിട്ടുന്നു. ടെറസിൽ നിന്നുള്ള വെള്ളം ഇവിടെ കിണർ റീചാർജിങ്ങിനായി ഉപയോഗിക്കാൻ ഇവിടെ പൈപ്പൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പെബിൾസൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ മുറ്റമെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. നല്ല മികച്ച ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഏറ്റവും പുതിയ വീടാണ്. പാലായ്ക്ക് സമീപം ഇപ്പോൾ ഏറ്റവും പുതിയ വീടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് ഒക്കെ ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്താണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ വരുന്നത്. ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കാനുള്ള കേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് ലൈൻ അകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. അലക്കുകല്ല് ഇവിടെ വാഷ് ബേസിനും കൂടി ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. തുണികൾ അലക്കാനും വാഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമുക്കിവിടെ വന്നിരിക്കുന്നു. അലക്കല്ലും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനുമുണ്ട്. വീടിൻ്റെ പുറകുവശത്തും ധാരാളം സ്പേസ് ഉണ്ട്. മുകൾ ഭാഗത്ത് റൂഫ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണെങ്കിലും ചെടികളൊക്കെ വെക്കാനോ പച്ചക്കറിയൊക്കെ വെക്കാനോ നടാനുള്ള സ്പേസ് ഉണ്ട്. റൂഫിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. റൂഫിൻ്റെ പണികൾ കുറച്ച് ബാക്കി കിടപ്പുണ്ട്. കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ റൂഫ് സാധാരണ കാണുന്ന പോലെ മുകൾ ഭാഗത്ത് മുഴുവൻ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ലൊരു സ്പേസ് വന്നിരിക്കുന്നു. പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ മാവ്, പ്ലാവ് തുടങ്ങിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീടിൻ്റെ മുന്നും വശത്തേക്ക് എത്തി. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നൊരു കാർ പോർച്ചാണ്.
2 കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ ഒരു കാർ പോർച്ചാണ് വന്നിരിക്കുന്നത്. മുഴുവൻ ഫ്ലോറ് ബാംഗ്ലൂർ സ്റ്റോണാണ് പാകിയിരിക്കുന്നത്. നല്ല വിശാലമായ മുറ്റമാണ്. ഇതിൻ്റെ പില്ലറുകളെല്ലാം നല്ല സ്റ്റോൺ ക്ലാഡിങ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ ഒരു ഭാഗത്തൊക്കെയാണെങ്കിൽ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഓട് പാകിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. മുറ്റത്തിൻ്റെ സൈഡുകളിലൊക്കെ നല്ല പെബിൾസ് ഇട്ട് കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കാണുന്നത്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. ഈ പില്ലറുകളെല്ലാം നല്ല ക്ലാഡിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നീളമുള്ള സിറ്റ് ഔട്ട്, അത് സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് നമ്മുടെ ജനലുകളും കതകളും എല്ലാം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഇനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വലിയ 4 പാളിയുള്ള ജനൽ കൊടുത്തിരിക്കുന്നു. തേക്കിൻ തടിയിൽ പണിതീർത്തിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടന്നു വരുന്നത് വീടിൻ്റെ ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ലിവിംഗ് ഹാളാണ്. ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 അടി നീളം, 2.5 അടി വീതിയുള്ള വലിയ ടൈൽസ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. BLDC ഫാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനികളുടേതായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മനോഹരമായൊരു പാർട്ടീഷൻ വന്നിരിക്കുന്നു. ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായൊരു ഹാളാണ്. ഈ ഒരു വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ നേരെ കാണുന്നത് TV യൂണിറ്റാണ്. നല്ല ഭംഗിയിൽ നല്ല വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണുള്ളത്. വലിയൊരു ഹാളാണ്. നേരെ മുന്നിൽ തന്നെ വലിയ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. BLDC ഫാനാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി പ്രയർ ഏരിയ കൊടുത്തിരിക്കുന്നു. ഏത് മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഭംഗിയുള്ള രീതിയിൽ പ്രയർ ഏരിയ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ബുക്കുകളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ കബോർഡ് കൊടുത്തിരിക്കുന്നു. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഒതുങ്ങിയിരിക്കുന്ന പോലെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിയിൽ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കിടക്കാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ലിവിങ്ങും ഫാമിലി ലിവിങ്ങും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് ഡൈനിങ് ഏരിയയാണ്. നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു ഒതുങ്ങിയ രീതിയിലുള്ള ഫാമിലി ലിവിങ്. നല്ല വലിയൊരു ഹാളാണ്. ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് കാണുന്നത്. ഓപ്പൺ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് സെർവ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലെല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഓപ്പൺ കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഉൾവശം. കിച്ചൺ നല്ല വലിയ കിച്ചൺ. ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കബോർഡുകൾക്ക് മാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കൗണ്ടറിന് മുകളിലായി നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ലൊരു വലിയ ഒരു കബോർഡ് വന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ കബോർഡ് വന്നിരിക്കുന്നു. കൂടാതെ നമുക്ക് ഈ ഫുൾ ആയിട്ട് കബോർഡുകൾ മുകൾവശത്തും താഴ്വശത്തുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പ്ലഗ് പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സിയും അതുപോലെ തന്നെ ഓവനും ഒക്കെ ചെയ്യാനുള്ള വലിയ പവർ പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിങ്ക്. വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം കബോർഡുകൾ വന്നിരിക്കുന്നു. കൂടാതെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട്. പുറത്തേക്കുള്ള വാതിൽ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനുമുള്ള പൈപ്പ് ലൈൻ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്റ്റോറേജാണ്. കിച്ചണും വർക്ക് ഏരിയയും വളരെ ഭംഗിയായിട്ട് തന്നെ ധാരാളം സ്റ്റോറേജോട് കൂടി കൊടുത്തിരിക്കുന്നു.
നിന്ന് വെള്ളം താഴേക്ക് പോകാത്ത രീതിയിൽ സൈഡിൽ പടി കൊടുത്തിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായിട്ട് നല്ല മികച്ച പെർഫെക്ഷനിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത ബെഡ്റൂമുകളിലേക്ക് പോകാം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്, എല്ലാം അറ്റാച്ച്ഡാണ്. വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കേണ്ടതുണ്ട്. ഇതിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറാനുണ്ട്. പണികൾ തീർന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല വലിയ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ഓഫീസ് ടേബിളായിട്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കാവുന്ന രീതിയിൽ സ്റ്റഡി ടേബിളായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡോടുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നു. 2 പാളിയിലുള്ള കബോർഡ് വന്നിരിക്കുന്നു. ഡ്രസ്സ് എല്ലാം വെക്കാനുള്ള ഒരു ഏരിയ നമുക്കവിടെ വന്നിരിക്കുന്നു. അടുത്ത ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. 4 ബെഡ്റൂമുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപം പ്രവിത്താനം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം മാറിയാണ് വീടിന്റെ ലൊക്കേഷൻ. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു 500 മീറ്ററിനുള്ളിൽ തന്നെ സ്കൂള്, ഹോസ്പിറ്റൽ, പള്ളി, അമ്പലം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ്. മെയിൻ റോഡ് സൈഡിലിരിക്കുന്ന വീടാണ്. ധാരാളം ബസ്സുകൾ ഓടുന്ന റൂട്ടാണ്. അപ്പോൾ പാലായിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ ഉള്ളത്. നല്ലൊരു ഏരിയ, ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കാത്ത മനോഹരമായ ഏരിയയിലാണ് വീടിരിക്കുന്നത്. 20 സെന്റ് സ്ഥലത്ത് പണിതിരിക്കുന്ന വീടാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി പണിതിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ കാർ പോർച്ച്, നമുക്കിവിടെ ഗസ്റ്റ് ലിവിങ്, അതുപോലെ തന്നെ വിശാലമായ ഫാമിലി ലിവിങ്, ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ മുകൾ ഭാഗം മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്നു. ഏറ്റവും മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ്. അപ്പോൾ ഈ വീട്ടിൽ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോഡ് സൗകര്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പാലായ്ക്ക് സമീപം മനോഹരമായ പ്രോപ്പർട്ടി, ഇത്ര നല്ല ക്വാളിറ്റി പണിതിരിക്കുന്ന വീട് സ്വന്തമാക്കാനായിരിക്കും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയിലുള്ള വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ലോഡ് സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.